ഇന്ന് നമുക്കൊരു കരിമീൻ ഫിഷ് മോളി വയ്ക്കാം. 3 മീഡിയം സൈസ് കരിമീൻ കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കട്ടെ. ചെത്തിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് കറി വയ്ക്കുന്നതിനെ പറ്റി പറയാം. അത് ചെത്താൻ പോവുകയാണ്. കൃത്യമായിട്ട് അതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ടാണത് എടുക്കുന്നത്. രുചികളുടെ പുഴയോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കരിമീൻ ഫിഷ് മോളിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്താം. മീഡിയം സൈസ് കരിമീൻ വെട്ടി വൃത്തിയാക്കി വരഞ്ഞതിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്നു. തക്കാളി 3 എണ്ണം, സവോള 2 എണ്ണം അരിഞ്ഞു വെച്ചിരിക്കുന്നു. 6 പച്ചമുളക് കീറി വെച്ചിരിക്കുന്നു. ഒരു ചെറിയ പീസ് ഇഞ്ചി, 3-4 കഷ്ണം വെളുത്തുള്ളി, കറിവേപ്പില. നമുക്ക് ഈ കരിമീനൊന്ന് വറുത്തെടുക്കാം. പാൻ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം അതിലേക്ക് കറിവേപ്പില 2-3 തണ്ട് കറിവേപ്പില ഇടാം. അതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് മീൻ പെറുക്കി വയ്ക്കാം. രുചികളുടെ പുഴയോരത്തിലേക്കാണെന്ന് വല്ലതും പറഞ്ഞാൽ മതി. നീ എന്നാ പറഞ്ഞു രുചികളുടെ പുഴയോരത്തിലെ ആളാണ്? അങ്ങനെ പറയില്ല. അതവർക്ക് വായിക്കാൻ വേണ്ടിയോ അവിടെ കിടപ്പുണ്ട്. ആ പാനിലേക്ക് തന്നെ അതിൻ്റെ എണ്ണയുണ്ടല്ലോ, അതിലേക്ക് തന്നെ സവോള, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് വഴറ്റാം നമുക്ക്.
അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട്. വേറൊരു പാനിലേക്ക് അല്പം എണ്ണ ചൂടായി കഴിയുമ്പോൾ അല്പം ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഉലുവയും കടുകും. ഉലുവയും കടുകും നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം 2-3 ഏലക്കായും ഒക്കെ ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, തേങ്ങാപ്പാലിനകത്ത് കുഴച്ചത്, 1 മുറി തേങ്ങ പിഴിഞ്ഞ പാലാണ്, അതിനകത്താണ് മല്ലിപ്പൊടി കുഴച്ച് വെച്ചിരിക്കുന്നത്. അതിലേക്കിട്ട് നന്നായി യോജിപ്പിക്കാം. അല്പം തേങ്ങാപ്പാലും കൂടെ അതിനകത്തോട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നു. അതിന് ശേഷം നമുക്ക് പാല് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം അത് യോജിപ്പിക്കാൻ. മല്ലിപ്പൊടിയുടെ പച്ച കെട്ടതിന് ശേഷം നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചി, പച്ചമുളക് അതെല്ലാം നമുക്കതിലേക്ക് ചേർക്കാം. പാലൊഴിച്ച് നല്ലോണം അതിൻ്റെ പച്ച കെടുന്നതോളം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ചേരുവകൾ ചേർക്കാം. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ വിനാഗിരി ചേർക്കാം. വിനാഗിരി ചേർത്ത് നല്ലവണ്ണം യോജിപ്പിച്ച് അരപ്പ് കുറുകിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ചേർക്കാം. നന്നായി യോജിപ്പിച്ച് അത് നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് അതിന് അല്പം വേവ് കയറിക്കോട്ടെ. അതിന് ശേഷം നമുക്ക് മീനിട്ടാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് കരിമീൻ ചേർത്ത് കൊടുക്കാം. കരിമീൻ ചേർത്തതിന് ശേഷം നല്ലവണ്ണം യോജിപ്പിച്ച് അതിൻ്റെ വറുത്തിരിക്കണ കരിമീൻ, അത് കാരണം വേറെ ഒന്നും ഇത് വേണ്ട. അതിൻ്റെ നന്നായി ഒരു വേവെല്ലാം ആയി കഴിയുമ്പോഴത്തേക്ക് അരപ്പെല്ലാം അതിൻ്റെ പുറത്ത് വയ്ക്കുക. ഒത്തിരി ചാറൊന്നും വേണ്ട. അതിന് ശേഷം നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തനിപ്പാൽ അതിലേക്ക് ചേർക്കാം. നമ്മളിതിന് 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പാല് പിഴിഞ്ഞ് വെച്ച് കുറച്ച് തേങ്ങാപ്പാലിനകത്ത് മല്ലിപ്പൊടി കുതിർത്ത് വെച്ചു. അതിനുശേഷം അത് മൂപ്പിക്കാൻ നേരം കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താണ് ശരിയാക്കിയത്. തനിപ്പാൽ വേറെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ അവസാനം അതും ചേർത്ത് മൊത്തം തേങ്ങാപ്പാലാണ്. മല്ലിപ്പൊടി അല്പമേ ചേർത്തിട്ടുള്ളൂ. തേങ്ങാപ്പാലിനകത്ത് കിടന്നാണ് അത് വെന്തിരിക്കുന്നത്. ഇനി ബാക്കി
തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് ഇറക്കാം. എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അല്പനേരത്തേക്ക് മൂടി വയ്ക്കാം. തക്കാളിയുടെ പച്ച കിടുന്നതിന് വേണ്ടിയിട്ടാണ് അത് മൂടി വയ്ക്കുന്നത്. അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറക്കാം. തുറന്ന ശേഷം തനിപ്പാൽ അതിലേക്ക് ചേർക്കാം. നല്ലവണ്ണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി ശരിയായി. ഫിഷ് മോളി ശരിയായി. നല്ല തേങ്ങാപ്പാലിലുള്ള ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. എളുപ്പം ചെയ്യാവുന്ന ഒരു കറിയാണിത്. നിങ്ങൾ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ.